സ്നേഹപൂർവ്വം ഷാമ സീരിയലിൻ്റെ ഒരു കമ്മിങ് സൂൺ എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പ്രിയങ്കനും വരുണിനെയും വീട്ടിലേക്ക് വിരുന്നിന് ക്ഷണിക്കാനായിട്ട് ദേവനാരായണനും യശോദയും മുത്തശ്ശിയും രാധികയൊക്കെ കണിമംഗലത്ത് എത്തിയിരിക്കുകയാണ് കേട്ടോ. ഈ സമയം അവരെ പലഹാരങ്ങളൊക്കെ ആയിട്ടാണ് അവിടെ എത്തിയിരിക്കുന്നത്. രാധികയാണെങ്കിൽ വരുണിൻ്റെ കണ്ണിപ്പെടാതെ പലയിടത്തും ഒളിച്ചു മറിഞ്ഞൊക്കെയാണ് അവിടെ നിൽക്കുന്നത്. അങ്ങനെ വീട്ടിൽ നിന്ന് അവരെയൊക്കെ ക്ഷണിച്ചൊക്കെ കഴിഞ്ഞ് അവർ തിരികെ അവരുടെ വീട്ടിലെത്തുമായിരിക്കും. ഈ സമയത്ത് അവരെ കാണാനായിട്ട് വിനയപ്രസാദിനി മാം അവിടെ വന്നിട്ടുണ്ടാവും. അങ്ങനെ വീട്ടിലാരെയും കാണാതിരിക്കുമ്പോൾ അവിടെ നിന്ന് പോകാൻ തുടങ്ങുമായിരിക്കും. ആ സമയത്താണ് വീട്ടിലേക്ക് തിരിച്ചു വരുന്ന രാധികേനെ വീട്ടുകാരെയൊക്കെ കാണുന്നത്. അങ്ങനെ വിനയപ്രസാദിനി മാം കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് അവരുടെ അരികിലേക്ക് ചെല്ലുക. ഞാൻ നിങ്ങളെ കാണാതായപ്പോൾ തിരിച്ചു പോകാൻ തുടങ്ങിയതായിരുന്നു. അന്നേരം ദേവൻ പറയണേ, അയ്യോ ഞാൻ എൻ്റെ ഇളയ മകളെ കല്യാണം കഴിച്ചിട്ട് വീട്ടിലേക്ക് പോയതാ. മാഡം വാ, നമുക്ക് അകത്തേക്കിരിക്കാം. അങ്ങനെ വിനയപ്രസാദിനി മാമിനെയൊക്കെ അകത്ത് കൊണ്ടുപോയിരുത്തുവാണ് കേട്ടോ. ഈ സമയം മാഡം പറയണേ, എന്താണെന്നറിയില്ല, എനിക്ക് നിങ്ങളുടെ മകളോട് പ്രത്യേക ഒരു അടുപ്പം തോന്നുന്നു. അതെന്തുകൊണ്ടാണ് ഏതുകൊണ്ടാണെന്നൊന്നും എനിക്കറിയില്ല. പിന്നെ ഞാനിവിടെ വന്നത് രാധികയ്ക്ക് ഒരു സർപ്രൈസ് തരാൻ കൂടിയാ. സർപ്രൈസോ? എന്ത് സർപ്രൈസാ എന്ന് രാധിക ചോദിക്കുക. അന്നേരം വിനയമ്മ പറയുക, അതെന്താണെന്ന് പറഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് അത് സർപ്രൈസ് ആവുന്നത്? നാളെ രാധിക എൻ്റെ കൂടെ ഒരു സ്ഥലം വരെ വരണം. നിങ്ങൾക്ക് രാധികയെ എൻ്റെ കൂടെ വിടുന്നതിൽ കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല മാഡം. അങ്ങനെ രാധിക അടുത്ത ദിവസം വിനയപ്രസാദിനി മാമിൻ്റെ കൂടെ കാറിൽ ഒരു സ്ഥലത്തേക്ക് പോകുകയാണ്. പിന്നീട് കാണിക്കുന്നത് ശ്യാമയുടെ മകളെ കണ്ടെത്താനായിട്ട് ഐശ്വര്യം വക്കീൽ കൂടി ഏർപ്പാടാക്കിയ ആ സോണിയുണ്ടല്ലോ, ശ്രീകൃഷ്ണപുരത്തേക്ക് ശ്യാമയുടെ പഴയകാല ഫോട്ടോമായിട്ട് വന്നിരിക്കുകയാണ്. അങ്ങനെ അവിടുത്തെ അമ്പലത്തിൽ പലരോടും ഈ ഫോട്ടോയിൽ കാണുന്ന കുട്ടിയോട് അറിയുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ അവിടുത്തെ ഒരു മുത്തശ്ശിയോട് ശ്യാമയുടെ ഫോട്ടോ കാണിച്ചിട്ട് ചോദിക്കണേ, ഈ ഫോട്ടോയിൽ കാണുന്ന കുട്ടിയെ എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ? അന്നേരം മുത്തശ്ശി പറയുക, പിന്നല്ലാതെ ഇത് നമ്മുടെ ദേവനാരായണൻ തിരുമേനിയുടെ മകളല്ലേ രാധിക. ദേവനാരായണൻ തിരുമേനിയോ? അതാരാ? അത് ഈ അമ്പലത്തിലെ ശാന്തിയ, ദേ അകത്തുണ്ടാവും. അങ്ങനെ സോണിയ നേരെ ദേവനാരായണ തിരുമേനിയുടെ അരികിലേക്ക് ചെല്ലുവാണ്. അങ്ങനെ അയാളെക്കുറിച്ചുള്ള ഡീറ്റെയിൽസൊക്കെ ചോദിച്ചറിയുവാണ് കേട്ടോ. രാധികയെക്കുറിച്ചും കൂടുതൽ അറിഞ്ഞ് മനസ്സിലാക്കുക. അങ്ങനെ രാധികയെ കണ്ടെത്തിയതിൻ്റെ സന്തോഷത്തിൽ സോണിയ അപ്പം തന്നെ ഈ വിവരം ഐശ്വര്യയെ വിളിച്ചറിയിക്കുക. ഹലോ ഐശ്വര്യ, എന്നെ ഏൽപ്പിച്ച ജോലി ഞാൻ ഭംഗിയെ പൂർത്തിയാക്കിയിട്ടുണ്ട്. ആ പെൺകുട്ടി ആരാണെന്ന് ഞാൻ കണ്ടുപിടിച്ചു. ശ്രീകൃഷ്ണപുരത്തെ അമ്പലത്തെ ശാന്തിക്കാരൻ്റെ മകളാണ് ആ പെൺകുട്ടി. അത് കേട്ട സന്തോഷത്തോടെ നിൽക്കുവാണ് കേട്ടോ ഐശ്വര്യയും. പിന്നീട് കാണിക്കുന്നത് രാധികയും കൂട്ടി സ്റ്റുഡിയോയിലെത്തിയിരിക്കുന്ന വിനയപ്രസാദിനി മാമിനെയാണ്. അന്നേരം രാധിക ചോദിക്കണേ, മാഡം ഇത് എവിടെയാണ് എന്നെ കൂട്ടി വന്നിരിക്കുന്നത്? ഈ സമയം വിനയമ്മ പറയണേ, ഇതാണ് സ്റ്റുഡിയോ, ഇവിടെയാണ് പാട്ടിൻ്റെയൊക്കെ റെക്കോർഡിംഗ് നടക്കുന്നത്. ഇന്നിവിടെ ഒരു പാട്ടിൻ്റെ റെക്കോർഡിംഗ് നടക്കുന്നുണ്ട്. ആരുടെ പാട്ടാണെന്നറിയോ? ശ്യാമ വാസുദേവൻ്റെ. അത് കേൾക്കുമ്പോൾ രാധികക്ക് ഒത്തിരി സന്തോഷമാണ്. മാഡം സത്യമാണ് പറയുന്നത്? അതേന്നേ. രാധിക അന്ന് ബ്ലഡ് കൊടുത്തില്ലേ ശ്യാമ മാമിന്? അന്നേ രാധിക പറഞ്ഞില്ലേ ശ്യാമ മാഡത്തെ ഒന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ടെന്ന്. അതുകൊണ്ടാണ് രാധിക കൂട്ടി ഞാൻ ഇവിടെ വന്നത്. ഇവിടെ മാം എന്താണെങ്കിലും ഉടനെ തന്നെ റെക്കോർഡിങ്ങിന് വരും. അപ്പോൾ രാധികയ്ക്ക് ശ്യാമ മാമിനെ നേരിട്ട് കാണാം. ബ്ലഡ് കൊടുത്ത ആളാണെന്നറിയുമ്പോൾ സംസാരിക്കുകയും ചെയ്യാൻ പറ്റും. അങ്ങനെ അത് കേട്ട് രാധികയാണെങ്കിൽ ആകെ സന്തോഷത്തിലും ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലൊക്കെ അവിടെ നിൽക്കുക. താങ്ക് യു മാഡം, താങ്ക് യു സോ മച്ച്. രാധിക ഇവിടെ വെയിറ്റ് ചെയ്യും, ഞാൻ മാഡം വന്നൊന്ന് ചോദിച്ചിട്ട് വരാം. അങ്ങനെ രാധിക അവിടെ ഇരുത്തിയിട്ട് വിനയമ്മ അകത്തേക്ക് പോകുവാണ്. ഈ സമയം അശ്വതി ശ്യാമയും കൂടി സ്റ്റുഡിയോയിൽ എത്തുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇത്തവണയെങ്കിലും ശ്യാമയും രാധികയും തമ്മിൽ കണ്ടുമുട്ടോ? ഐശ്വര്യ സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞല്ലോ. അപ്പോൾ ഇനി വൈകാതെ തന്നെ ശ്യാമയും രാധികയും തമ്മിലുള്ള കണ്ടുമുട്ടലും ഉണ്ടാകുമായിരിക്കും. അപ്പോൾ എന്താണെങ്കിലും നമുക്ക് ആ ഒരു എപ്പിസോഡിനായിട്ട് കാത്തിരിക്കാം. ഈ ഒരു കമ്മിങ് സൂൺ പ്രൊമോ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.